ഓം ശാന്തി 31/5/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഏതുവരെ ജീവിക്കുന്നുവോ അതുവരെ പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. സന്തോഷത്തിന്റെയും പദവിയുടെയും ആധാരം പഠിപ്പാണ്. ചോദ്യം: സേവനത്തിന്റെ സഫലതയ്ക്കായി മുഖ്യമായും ഏതു ഗുണമാണ് വേണ്ടത്? ഉത്തരം: സഹനശീലത. ഓരോ കാര്യത്തിലും സഹനശീലരായി പരസ്പരം കൂട്ടായ്മയോടെ സേവനം ചെയ്യൂ. പ്രഭാഷണം മുതലായവയുടെ പ്രോഗ്രാമുകൾ കൊണ്ടുവരൂ. മനുഷ്യരെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താനായി അനേകം ഏർപ്പാടുകൾ ഉരുത്തിരിയും. ഭാഗ്യശാലിയാകുന്നവർ പഠിപ്പും വളരെ താൽപര്യത്തോടെ പഠിക്കും. ഗീതം: നമുക്ക് ആ വഴികളിലൂടെ നടക്കണം. ഓം ശാന്തി. നിങ്ങൾ കുട്ടികൾ എന്ത് സങ്കല്പത്തോടെയാണ് മധുബനിലേക്ക് വരുന്നത്? എന്താ പഠിപ്പ് പഠിക്കാനായി വന്നതാണോ? ആരുടെ അടുത്തേക്ക്? ബ്രാക്കറ്റിൽ ബാബ് ദാദയുടെ അടുത്തേക്ക്. ഇത് പുതിയ കാര്യമാണ്. അങ്ങനെയും കേട്ടു, ബാബ് ദാദയുടെ അടുത്തേക്ക് പഠിക്കാനായി പോവുകയാണെന്ന്. അതും ബാബയും ദാദയും രണ്ടുപേരും ഒരുമിച്ചാണ്. അത്ഭുതമല്ലേ? നിങ്ങൾ അത്ഭുതകരമായ അച്ഛന്റെ കുട്ടികളാണ്. നിങ്ങൾ കുട്ടികൾക്കും രചയിതാവിനെയോ രചനയുടെ ആദിമധ്യ അന്ത്യത്തെയോ അറിയില്ലായിരുന്നു. ഇപ്പോൾ ആ രചയിതാവിനെയും രചനയെയും നിങ്ങൾ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് അറിഞ്ഞു. എത്രത്തോളം അറിയുന്നുവോ അതുപോലെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുവോ അത്രത്തോളം സന്തോഷവും ഭാവിയിലെ പദവിയും വർദ്ധിക്കും. പ്രധാന കാര്യം ഇതാണ്. ഇപ്പോൾ നമ്മൾ രചയിതാവിനെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തെയും അറിഞ്ഞുകഴിഞ്ഞു. കേവലം നമ്മൾ ബ്രാഹ്മണിമാർക്ക് മാത്രമേ അറിയൂ. സ്വയത്തിൽ നിശ്ചയം വേണം. ഏതുവരെ ജീവിക്കുന്നുവോ അതുവരേക്കും നമ്മൾ BK ആണ്. മാത്രമല്ല, ശിവബാബയിൽ നിന്നും മുഴുവൻ വിശ്വത്തിന്റെയും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പൂർണമായും പഠിക്കുന്നുണ്ടോ അതോ കുറവേ പഠിക്കുന്നുള്ളുവോ ആ കാര്യം വേറെ. എന്നാലും അറിയാമല്ലോ, നമ്മൾ ബാബയുടെ കുട്ടിയാണ്. പിന്നെ ആ ചോദ്യം ഉയരുന്നു: പഠിക്കുന്നതിന്റെയും പഠിക്കാതിരിക്കുന്നതിന്റെയും. അതിന്റെ ആധാരത്തിലാണ് പദവി ലഭിക്കുക. ബാബയുടേതായാൽ നിശ്ചയമുണ്ടാകും നമ്മൾ രാജധാനി പ്രാപ്തമാക്കുന്നതിന് അർഹതപ്പെട്ടവരായി മാറി. പിന്നെ പഠിപ്പിലും രാവും പകലും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകാം. ചിലർ നല്ല രീതിയിൽ പഠിക്കുകയും പിന്നീട് പഠിപ്പിക്കുകയും ചെയ്യും. അവർക്ക് മറ്റൊന്നിലും താൽപര്യം ഉണ്ടാകില്ല. പഠിക്കുക, പഠിപ്പിക്കുക, അത്രമാത്രം. ഇത് അവസാനം വരെ ഉണ്ടാകണം. വിദ്യാർത്ഥി ജീവിതത്തിൽ അവസാനം വരെയൊന്നും പഠിക്കില്ല. സമയമുണ്ടാകും. നിങ്ങൾക്കാണെങ്കിൽ ഏതുവരെ ജീവിക്കുന്നുവോ അതുവരെ പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. സ്വയത്തോട് ചോദിക്കണം, എത്ര പേർക്ക് രചയിതാവായ അച്ഛന്റെ പരിചയം നൽകുന്നുണ്ട്? മനുഷ്യർ തന്നെയാണ്. കാണാൻ വ്യത്യാസമൊന്നുമില്ല. ശരീരത്തിൽ വ്യത്യാസമില്ല. ഈ പഠിപ്പ് ഉള്ളിൽ ബുദ്ധിയിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ആര് എത്ര പഠിക്കുന്നുവോ അത്രയും സന്തോഷവും അവർക്ക് ഉണ്ടാകും. നമ്മൾ പുതിയ ലോകത്തിന്റെ അധികാരിയായി മാറും എന്നത് ഉള്ളിലുണ്ടാകും. ഇപ്പോൾ നമ്മൾ സ്വർഗവാതിലിലേക്ക് പോവുകയാണ്. എന്നിൽ എത്ര വ്യത്യാസമുണ്ട് എന്നത് സദാ സ്വയത്തോട് ചോദിച്ചുകൊണ്ടിരിക്കൂ. ബാബ നമ്മെ തന്റേതാക്കി മാറ്റി നമ്മൾ എന്തിൽ നിന്ന് എന്തായാണ് മാറുന്നത്? പഠിപ്പാണ് ആധാരം. പഠിപ്പിലൂടെ മനുഷ്യർ എത്ര ഉയർന്നതായി മാറുന്നു. പക്ഷെ അതെല്ലാം അല്പകാലത്തിലേക്കുള്ള ക്ഷണനേരം കൊണ്ടില്ലാതാകുന്ന ലക്ഷ്യങ്ങളാണ്. അതിലൊന്നും ഇല്ല. ഒരു പ്രയോജനവും ഇല്ലാത്തതുപോലെ. ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ പഠിപ്പിലൂടെ എത്ര ഉയർന്നതായി മാറുന്നു.
മുഴുവൻ ശ്രദ്ധയും പഠിപ്പിൽ നൽകണം. ആരുടെയാണോ ഭാഗ്യത്തിലുള്ളത് അവരുടെ മനസ്സ് പഠിപ്പിൽ മുഴുകും. മറ്റുള്ളവരെയും പഠിപ്പിച്ച് ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള പുരുഷാർത്ഥങ്ങൾ ചെയ്യിച്ചുകൊണ്ടിരിക്കും. അവരെ പഠിപ്പിച്ച് വൈകുണ്ഠത്തിന്റെ അധികാരിയാക്കണം എന്ന് മനസ്സിലുണ്ടാകും. മനുഷ്യരെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താനായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും പ്രയത്നിക്കും. ഈ പ്രദർശനികളൊന്നും ഒന്നുമല്ല. മുന്നോട്ടു പോകവേ മനസ്സിലാക്കി കൊടുക്കുന്നതിനായി ഇതിലും കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ബാബ പാവനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ബാബ നൽകുന്ന പഠിപ്പിൽ ശ്രദ്ധ നൽകണം. എല്ലാ കാര്യത്തിലും സഹനശീലരുമാവണം. എല്ലാവരും ഒരുമിച്ച് കൂട്ടായ്മയോടെ പ്രഭാഷണങ്ങൾ പോലുള്ള പ്രോഗ്രാമുകൾ ഒരുക്കണം. ഒരു അല്ലാഹുവിനെ കുറിച്ച് തന്നെ നമുക്ക് വളരെ നന്നായി മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ ആരാണ്? അല്ലാഹുവിനെ കുറിച്ച് തന്നെ നിങ്ങൾക്ക് 2 മണിക്കൂർ പ്രഭാഷണം ചെയ്യാൻ സാധിക്കും. ഇതും നിങ്ങൾക്കറിയാം. അല്ലാഹുവിനെ ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. അഥവാ കുട്ടികൾക്ക് ഓർമ്മയുടെ യാത്രയിലുള്ള ശ്രദ്ധ കുറവാണ്, അല്ലാഹുവിനെ ഓർമ്മിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നഷ്ടമുണ്ടാകും. എല്ലാത്തിന്റെയും ആധാരം ഓർമ്മയാണ്. ഓർമ്മിക്കുന്നതിലൂടെ വേഗം സ്വർഗത്തിലെത്തിച്ചേരും. ഓർമ്മിക്കാൻ മറക്കുന്നതിലൂടെയാണ് വീണു പോകുന്നത്. ഈ കാര്യങ്ങളെ മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ശിവബാബയെ അറിയുകയേയില്ല. ആരെത്ര തന്നെ ഗംഭീരമായി പൂജ ചെയ്താലും ഓർമ്മിച്ചാലും ശരി, അവർ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് ബാബയിൽ നിന്നും വളരെ വലിയ സമ്പത്ത് ലഭിക്കുന്നു. ഭക്തിമാർഗത്തിൽ കൃഷ്ണന്റെ സാക്ഷാത്കാരം നേടുന്നതിനായി എത്ര തലയിട്ടുടയ്ക്കുന്നു. ശരി, ദർശനം കിട്ടിയെന്നിരിക്കട്ടെ, എന്നിട്ടെന്താണ്? ഒരു ഗുണവും ഉണ്ടായില്ലല്ലോ. നോക്കൂ, ലോകം ഏതെല്ലാം കാര്യങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മാത്രമാണ് കരിമ്പിന്റെ രസം കുടിക്കുന്നത്. ബാക്കിയെല്ലാവരും ചണ്ടിയാണ് കഴിക്കുന്നത്. നിങ്ങളിപ്പോൾ മധുരം കഴിച്ച് വയറ് നിറച്ച് പകുതി കൽപ്പത്തിലേക്ക് സുഖം നേടുന്നു. ബാക്കിയെല്ലാവരും ചണ്ടി കഴിച്ച് താഴെ ഇറങ്ങുന്നു. ഇപ്പോൾ ബാബ എത്ര സ്നേഹത്തോടെ പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. പക്ഷെ ഭാഗ്യത്തിലില്ലെങ്കിൽ ശ്രദ്ധ നൽകില്ല. സ്വയം ശ്രദ്ധ നൽകുകയുമില്ല, മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ അനുവദിക്കുകയുമില്ല. സ്വയം അമൃത് കുടിക്കുകയുമില്ല, മറ്റുള്ളവരെ കുടിക്കാൻ അനുവദിക്കുകയുമില്ല. വളരെയധികം പേരുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയാണ്. അഥവാ പൂർണമായും പഠിക്കുന്നില്ലെങ്കിൽ, ദയാഹൃദയരാവുന്നില്ലെങ്കിൽ, ആരുടെയും മംഗളം ചെയ്യുന്നില്ലെങ്കിൽ അവരെന്ത് പദവി നേടും? പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ എത്ര ഉയർന്ന പദവി നേടും? പഠിക്കുന്നില്ലെങ്കിൽ എന്തു പദവിയായിരിക്കും? അതും മുന്നോട്ടു പോകവേ റിസൾട്ട് എന്താകും എന്നറിയാൻ പറ്റും. പിന്നീട് കരുതും, ബാബ എനിക്ക് എത്ര മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇവിടെ ഇരിക്കുകയാണ്, ബുദ്ധിയിലുണ്ടാകണം. ഞങ്ങൾ പരിധിയില്ലാത്ത അച്ഛന്റെ അടുത്താണ് ഇരിക്കുന്നത്. ബാബ മുകളിൽ നിന്ന് വന്ന് ഈ ശരീരത്തിലൂടെ കൽപ്പം മുമ്പത്തേതുപോലെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും നമ്മൾ ബാബയുടെ മുന്നിൽ ഇരിക്കുകയാണ്. ബാബയുടെ കൂടെ വേണം നമുക്ക് പോകാൻ. ഉപേക്ഷിച്ചു പോകരുത്. ബാബ നമ്മെ കൂട്ടിക്കൊണ്ടു പോകും. ഈ പഴയ ലോകം വിനാശമാകും. ഈ കാര്യങ്ങൾ മറ്റാർക്കും അറിയില്ല. തീർച്ചയായും പഴയ ലോകം വിനാശമാകും എന്ന് മുന്നോട്ടു പോകവേ എല്ലാവരും മനസ്സിലാക്കും. ഒന്നും കിട്ടുകയുമില്ല. ഈ കാര്യങ്ങൾ മറ്റാർക്കും അറിയില്ല. വളരെ വൈകിപ്പോകും. കണക്ക് വഴക്കുകൾ അവസാനിപ്പിച്ച് എല്ലാവർക്കും തിരിച്ചു പോകണം. ആരാണോ വിവേകശാലികളായ കുട്ടികൾ അവരെ ഇത് മനസ്സിലാക്കൂ. സേവനത്തിൽ മുഴുകിയിരിക്കുകയാണ് കുട്ടികൾ. മാതാപിതാവിനെ ഫോളോ ചെയ്യുന്നു. എങ്ങനെയാണോ ആത്മീയ അച്ഛൻ സേവനം ചെയ്യുന്നത് അതുപോലെ നിങ്ങളും ചെയ്യണം.
ചില കുട്ടികൾക്ക് ഈ ലഹരിയുണ്ട്. അവരുടെ മഹിമ ബാബ പാടുന്നു. അവരെ പോലെയായി മാറണം. എല്ലാവർക്കും ടീച്ചറെ ലഭിക്കുന്നുണ്ട്. ഇവിടെയും എല്ലാവരും വരുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ വലിയ ടീച്ചർ ഇരിക്കുന്നുണ്ട്. ബാബയെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ നേരെയാവും? ജ്ഞാനം വളരെ സഹജമാണ്. 84 ജന്മങ്ങളുടെ ചക്രം എത്ര സഹജമാണ്. പക്ഷെ എത്ര തലയിട്ടുടക്കേണ്ടി വരുന്നു. ബാബ എത്ര സഹജമായ കാര്യമാണ് മനസ്സിലാക്കി തരുന്നത്. ബാബയെയും 84 ജന്മങ്ങളുടെ ചക്രത്തെയും ഓർമ്മിച്ചാൽ തോണി അക്കരെ എത്തും. ഈ സന്ദേശം എല്ലാവർക്കും നൽകണം. തന്റെ ഹൃദയത്തോട് ചോദിക്കൂ, എത്രത്തോളം സന്ദേശവാഹകനായി മാറി? എത്രത്തോളം ആളുകളെ ഉണർത്തുന്നുവോ അത്രയും അധികം സമ്മാനം നേടും. അഥവാ ഉണർത്തുന്നില്ലെങ്കിൽ എവിടെയോ ഉറങ്ങിക്കിടക്കുകയാണ്. പിന്നീട് എനിക്കിത്രയും ഉയർന്ന പദവി ലഭിക്കുകയില്ല. ബാബ ദിവസവും പറയുന്നു, വൈകുന്നേരം തന്റെ മുഴുവൻ ദിവസത്തെയും കണക്കെടുക്കൂ. സേവനവും ചെയ്യണം. പ്രധാന കാര്യം ബാബയുടെ പരിചയം നൽകുക എന്നതാണ്. ബാബ തന്നെയാണ് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റിയത്. ഇപ്പോൾ നരകമാണ്, വീണ്ടും സ്വർഗമാകും. ചക്രം കറങ്ങുക തന്നെ വേണം. തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറണം. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികാരമില്ലാതാകും. സത്യയുഗത്തിൽ വളരെ കുറച്ചുപേരെ ഉണ്ടാകൂ. പിന്നീട് രാവണ രാജ്യത്തിൽ എത്ര വൃദ്ധിയുണ്ടാകുന്നു. സത്യയുഗത്തിൽ 9 ലക്ഷം. പിന്നീട് പതുക്കെ പതുക്കെ വൃദ്ധിയുണ്ടാകുന്നു. ആരാണോ ആദ്യം പാവനമായിരുന്നത് അവർ തന്നെയാണ് പിന്നീട് പതീതമായി മാറുന്നത്. സത്യയുഗത്തിൽ ദേവതകളുടെ പവിത്രമായ പ്രവൃത്തി മാർഗമായിരുന്നു. അവർക്ക് തന്നെ പിന്നീട് അപവിത്ര പ്രവൃത്തി മാർഗത്തിലുള്ളവരാകേണ്ടി വരും. ഡ്രാമയനുസരിച്ച് ഈ ചക്രം കറങ്ങുക തന്നെ വേണം. ഇപ്പോൾ വീണ്ടും നിങ്ങൾ പവിത്രമായ പ്രവൃത്തി മാർഗത്തിലുള്ളവരായി മാറുകയാണ്. ബാബ തന്നെയാണ് വന്ന് പവിത്രമാക്കി മാറ്റുന്നത്. പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. നിങ്ങൾ പകുതി കൽപ്പം പവിത്രമായിരുന്നു. പിന്നീട് രാവണ രാജ്യത്തിൽ നിങ്ങൾ പതീതമായി മാറി. ഇതും നിങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നമ്മളും തീർത്തും കാലണയ്ക്ക് വിലയില്ലാത്തവരായിരുന്നു. ഇപ്പോൾ എത്ര ജ്ഞാനം ലഭിച്ചു. ഇതിലൂടെ നമ്മൾ എന്തിൽ നിന്നും എന്തായി മാറി. ബാക്കി ഇത്രയും ധർമ്മങ്ങൾ, ഇതെല്ലാം അവസാനിക്കാനുള്ളതാണ്. എങ്ങനെയാണോ മൃഗങ്ങൾ മരിക്കുന്നത് അതുപോലെ എല്ലാവരും മരിക്കും. മഞ്ഞ് വീഴാൻ തുടങ്ങിയാൽ എത്ര മൃഗങ്ങളും പക്ഷികളും മരിക്കുന്നു. പ്രകൃതിക്ഷോഭങ്ങളും വരും. ഇതെല്ലാം അവസാനിക്കും. ഇതെല്ലാം മരിച്ച പോലെയാണ്. ഈ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം കാണുന്നുവോ അതൊന്നും പിന്നെ ഉണ്ടാകില്ല. പുതിയ ലോകത്തിൽ വളരെ കുറച്ചുപേരെ ഉണ്ടാകൂ. ഈ ജ്ഞാനം നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ജ്ഞാനസാഗരനായ ബാബ തന്നെയാണ് നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെ സമ്പത്ത് നൽകുന്നത്. നിങ്ങൾക്കറിയാം, മുഴുവൻ ലോകത്തിലും അഴുക്ക് തന്നെ അഴുക്കാണ്. നമ്മളും അഴുക്കിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. ബാബ ഇപ്പോൾ അഴുക്കിൽ നിന്നെടുത്ത് എത്ര നല്ല പുഷ്പമാക്കി മാറ്റുന്നു. നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കും. ആത്മാവ് പവിത്രമായി മാറും. ബാബ എല്ലാവരെയും ഒരുപോലെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ചിലരുടെ ബുദ്ധി വളരെ ഡള്ളാണ്. ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതും ഡ്രാമയിൽ അടങ്ങിയതാണ്. ബാബ പറയുന്നു, അവരുടെ ഭാഗ്യത്തിലില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എല്ലാവരെയും പോലെയാണ് പഠിപ്പിക്കുന്നത്. പഠിക്കുന്നത് നമ്പർ വൈസ് ആയാണ്. ചിലർ നല്ല രീതിയിൽ മനസ്സിലാക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തെയും വജ്രസമാനമാക്കി മാറ്റുന്നു. ചിലരാണെങ്കിൽ ആക്കി മാറ്റുന്നേയില്ല. തലതിരിഞ്ഞ അഹങ്കാരം എത്രയാണ്! എങ്ങനെയാണോ ശാസ്ത്രജ്ഞർക്ക് ബുദ്ധിയുടെ എത്ര അഹങ്കാരമാണ്,
ദൂരത്തേക്ക് ആകാശത്തെയും സമുദ്രത്തെയും എല്ലാം കാണാൻ ആഗ്രഹിക്കുന്നു. ബാബ പറയുന്നു, ഇതുകൊണ്ട് ഒരു ഉപകാരവുമില്ല. സ്വർണ ദ്വാരിക താഴെ നിന്ന് പൊങ്ങിവരും എന്നൊന്നുമില്ല. ഇത് ഡ്രാമയുടെ ചക്രമാണ്. അത് കറങ്ങിക്കൊണ്ടേയിരിക്കും. പിന്നീട് സമയമാകുമ്പോൾ നമ്മൾ പുതിയ ലോകത്തിൽ കൊട്ടാരം നിർമ്മിക്കും. ചിലർ പിന്നീട് അത്ഭുതപ്പെടും, എന്ത് നമ്മൾ ഇങ്ങനെ തന്നെയുള്ള കൊട്ടാരങ്ങൾ വീണ്ടും ഉണ്ടാക്കുമോ? തീർച്ചയായും ബാബ കാണിച്ചു തരുന്നു, നിങ്ങൾ വീണ്ടും ഇങ്ങനെയുള്ള സ്വർണ കൊട്ടാരങ്ങൾ നിർമ്മിക്കും. അവിടെ വളരെയധികം സ്വർണമുണ്ടാകും. ഇപ്പോഴും വളരെയധികം സ്ഥലത്ത് സ്വർണത്തിന്റെ പർവ്വതങ്ങളുണ്ട്. പക്ഷെ സ്വർണം എടുക്കാൻ കഴിയില്ല. പുതിയ ലോകത്തിലാണെങ്കിൽ സ്വർണത്തിന്റെ അളവില്ലാത്ത ഖനികൾ ഉണ്ടായിരുന്നു. അത് അവസാനിച്ചു. ഇപ്പോൾ വജ്രത്തിന് പോലും എത്ര വിലയാണെന്ന് നോക്കൂ. ഇന്ന് ഇത്രയും വില നാളെ കല്ലിന് സമാനമായി മാറും. ബാബ നിങ്ങൾ കുട്ടികൾക്ക് വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. പിന്നെ സാക്ഷാത്കാരവും ചെയ്യിപ്പിക്കുന്നു. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഇപ്പോൾ ഇതുണ്ടാകണം. നമ്മൾ ആത്മാക്കൾ നമ്മുടെ വീട് ഉപേക്ഷിച്ചിട്ട് 5000 വർഷമായി. നമ്മുടെ വീടിനെയാണ് മുക്തിധാമം എന്ന് പറയുന്നത്. ഭക്തിമാർഗത്തിൽ മുക്തിക്കായി എത്ര ബുദ്ധിമുട്ടുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മുക്തി നൽകാൻ സാധിക്കില്ല, കൂടെ കൂട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ പുതിയ ലോകമാണ്. അറിയാം, ഈ ചക്രം കറങ്ങുക തന്നെ വേണം. നിങ്ങൾക്ക് മറ്റൊരു കാര്യത്തിലേക്കും പോകേണ്ടതില്ല. ബാബയെ ഓർമ്മിച്ചാൽ മാത്രം മതി. എല്ലാവരോടും ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കൂ, ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ബാബ നിങ്ങളെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റിയിരുന്നില്ലേ? നിങ്ങൾ എന്റെ ശിവജയന്തിയും ആഘോഷിക്കുന്നുണ്ട്. എത്ര വർഷമായി? 5000 വർഷത്തിന്റെ കാര്യമാണ്. നിങ്ങൾ സ്വർഗവാസിയായിരുന്നു. പിന്നീട് 84ന്റെ ചക്രം കറങ്ങി. ഇതും ഡ്രാമയിൽ ഉള്ളതാണ്. വന്ന് നിങ്ങൾക്ക് ഈ സൃഷ്ടി ചക്രത്തെ മനസ്സിലാക്കി തരുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് വളരെ നന്നായി ഓർമ്മ വന്നു. നമ്മൾ ഏറ്റവും വലിയ പാർട്ട്ധാരികളാണ്. നമ്മുടെ പാർട്ട് ബാബയോടൊപ്പമാണ്. നമ്മൾ ബാബയുടെ ശ്രീമതമനുസരിച്ച് ബാബയുടെ ഓർമ്മയിലിരുന്ന് മറ്റുള്ളവരെയും തനിക്ക് സമാനമാക്കി മാറ്റുന്നു. ആരാണോ കൽപ്പം മുൻപ് ആയത് അവരെ ആവൂ. സാക്ഷിയായി കണ്ടുകൊണ്ടിരിക്കും. പിന്നെ പുരുഷാർത്ഥവും ചെയ്യിച്ചുകൊണ്ടിരിക്കും. ദിവസവും ഉത്സാഹത്തോടെ ഇരിക്കുന്നതിനായി ദിവസേന ഏകാന്തമായി ഇരുന്ന് തന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കൂ. ഈ അശാന്തമായ ലോകത്ത് ഇനി അല്പം സമയമേ ബാക്കിയുള്ളൂ. പിന്നീട് അശാന്തി എന്ന പേരുപോലും ബാക്കിയുണ്ടാകില്ല. മനസ്സിന് എങ്ങനെ ശാന്തി ലഭിക്കും എന്ന് ആർക്കും വായിലൂടെ പറയാൻ കഴിയില്ല. ശാന്തിക്ക് വേണ്ടി പോകുന്നു. പക്ഷെ ശാന്തിയുടെ സാഗരം ഒരേ ഒരു ബാബയാണ്. മറ്റാരുടെയും പക്കൽ ഈ വസ്തു ഇല്ല. ആ ശാന്തിയും സുഖവും വേണമെങ്കിൽ രചയിതാവിനെയും രചനയെയും അറിയണം. ഇതാണ് ജ്ഞാനം. ഇത് നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കണം. സുഖമുണ്ടാകുന്നത് ധനത്തിലൂടെയാണ്. ധനമില്ലെങ്കിൽ മനുഷ്യനെ കൊണ്ട് ഒരു ഉപകാരവുമില്ല. ധനത്തിനായി മനുഷ്യർ എന്തെല്ലാം പാപങ്ങൾ ചെയ്യുന്നു. ബാബ അളവില്ലാത്ത ധനം നൽകിയിട്ടുണ്ട്. സ്വർഗം സ്വർണത്തിന്റെയും നരകം കല്ലിന്റേതുമാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സമയം കണ്ടെത്തി ഏകാന്തമായിരുന്ന് സ്വയത്തോട് സംസാരിച്ച് സ്വയത്തിൽ ഉന്മേഷം വരുത്തണം. തനിക്ക് സമാനമാക്കി മാറ്റുന്ന സേവനം ചെയ്യുന്നതിനോടൊപ്പം
സാക്ഷിയായി മാറി ഓരോരുത്തരുടെയും പാർട്ടിനെ കാണുന്നതിനുള്ള അഭ്യാസം ചെയ്യണം. 2. ബാബയെ ഓർമ്മിച്ച് അവനവനെ നേരെയാക്കണം. ഞാൻ സന്ദേശവാഹകനായി മാറിയോ? എത്ര പേരെ തനിക്ക് സമാനമാക്കി മാറ്റി എന്ന് തന്റെ ഹൃദയത്തോട് ചോദിക്കണം. വരദാനം: ശ്രേഷ്ഠ പുരുഷാർത്ഥത്തിലൂടെ അന്തിമ ഫലത്തിൽ ഒന്നാമതെത്തുന്ന പറക്കുന്ന പക്ഷിയായി ഭവിക്കട്ടെ. അന്തിമ ഫലത്തിൽ ഒന്നാമതെത്താൻ 1. ഹൃദയത്തിന്റെ അവിനാശി വൈരാഗ്യത്തിലൂടെ കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ സംസ്കാരമാകുന്ന ബീജത്തെ കത്തിക്കണം. 2. അമൃതവേള മുതൽ രാത്രി വരെ സദാ ഈശ്വരീയ നിയമവും മര്യാദകളും പാലിക്കുന്നതിന്റെ വ്രതമെടുക്കണം. 3. മനസ്സ്, വാക്ക്, സംബന്ധ സമ്പർക്കത്തിൽ ഇവയിലൂടെ നിരന്തരം മഹാദാനിയായി പുണ്യാത്മാവായി ദാനപുണ്യം ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ശ്രേഷ്ഠ ഹൈജമ്പ് ചെയ്യുന്ന പുരുഷാർത്ഥം ചെയ്യുമ്പോൾ പറക്കുന്ന പക്ഷിയായി അന്തിമ ഫലത്തിൽ ഒന്നാമതെത്താൻ സാധിക്കും. സ്ലോഗൻ: മനോഭാവത്തിലൂടെ വായുമണ്ഡലത്തെ ശക്തിശാലിയാക്കണം. ഇതാണ് അന്തിമ പുരുഷാർത്ഥവും സേവനവും. അവ്യക്ത സൂചന: ആത്മീയ റോയൽറ്റിയും പവിത്രതയുടെ വ്യക്തിത്വവും ധാരണ ചെയ്യൂ. വിശേഷ ആത്മാക്കളെയും മഹാൻ ആത്മാക്കളെയും ദേശത്തിന്റെയും വിശ്വത്തിന്റെയും വ്യക്തിത്വങ്ങൾ എന്നാണ് പറയാറുള്ളത്. പവിത്രതയുടെ വ്യക്തിത്വം എന്നാൽ ഓരോ കർമ്മത്തിലും മഹാനതയും വിശേഷതയും ഉണ്ടാകും. ആത്മീയ വ്യക്തിത്വമുള്ള ആത്മാക്കൾ തന്റെ ഊർജവും സമയവും സങ്കല്പവും വ്യർത്ഥമാക്കി കളയില്ല, സഫലമാക്കും. അങ്ങനെയുള്ള വ്യക്തിത്വമുള്ളവർ ഒരിക്കലും നിസ്സാര കാര്യങ്ങളിൽ തന്റെ മനസ്സിനെയും ബുദ്ധിയെയും ബിസിയാക്കില്ല. ഓം ശാന്തി.